പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നു വരാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെ ആണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വേദഭാഗം. നമുക്ക് അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്വർഗാരോഹണം സംബന്ധിച്ച് നമ്മൾ വളരെ വിശദമായി നമ്മൾ പഠിച്ചു. ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് യൂദായിക്ക് പകരമായി മത്തിയാസിനെ തെരഞ്ഞെടുക്കുന്ന സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഈ ഭാഗത്തുള്ളത്. എന്താണ് ഈ ഒരു ശബത്ത് ദിവസത്തെ വഴി? ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറയുന്നത് 1 കിലോമീറ്ററാണ്. അതെന്താ 1 കിലോമീറ്റർ നിജപ്പെടുത്താൻ കാരണം എന്നറിയാം? ശബത്ത് നാളിൽ 1 കിലോമീറ്ററിലധികം യഹൂദന് നടക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അധ്വാനിക്കാൻ പറ്റില്ല, ഒരു പണിയും ചെയ്യാൻ പാടില്ല. എന്നാൽ അത് മാത്രമല്ല, 1 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കുന്നതിന് വിലക്കിയിരുന്നു. അതുകൊണ്ടാണ് ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറയാൻ കാരണം. ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറയുന്നത് 1 കിലോമീറ്ററാണ്. ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറി. ഇവിടെ പറയുന്ന മാളിക മുറി എന്നത് യേശുവും ശിഷ്യന്മാരുമായി ഒടുവിൽ പെസഹ കഴിച്ച അതേ മാളിക മുറി തന്നെയാകാനാണ് സാധ്യത. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്കോസ് 22:12. അപ്പോ കർത്താവും തൻ്റെ ശിഷ്യന്മാരുമായി ഒടുവിൽ പെസഹ കഴിച്ച അതേ മാളിക മുറിയെ ലക്ഷ്യമാക്കി അവർ ബഥാനിയിൽ നിന്ന് യാത്ര തിരിച്ചു, അഥവാ ഒലിവുമല വിട്ട് അവർ പോയി. ഇവിടെ ശിഷ്യന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തൽമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ. അങ്ങനെ 11 പേരുടെ പേര് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. 12 ശിഷ്യന്മാരുടെ പേരുകൾ മത്തായിയുടെ സുവിശേഷം 10:2 നമുക്ക് കാണാം. എന്നാൽ അതേ കാര്യം തന്നെ മർക്കോസിന്റെ സുവിശേഷം 3:16, ലൂക്കോസ് 6:14, അപ്പോസ്തലപ്രവൃത്തികൾ 1:13. അപ്പൊ 4 ഭാഗത്ത്, പുതിയ നിയമത്തിൽ 4 ഭാഗത്ത് ശിഷ്യന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. എന്നാൽ ആ 4 ഭാഗത്തും പേര് പറയുന്നതിന് പേരിൽ വ്യത്യാസമുണ്ട്, ക്രമത്തിനും വ്യത്യാസമുണ്ട്. നിങ്ങൾ അത് വായിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പറിലോ ഈ 4 ഭാഗത്തുള്ളവരുടെ പേര് നേർക്ക് നേർ എഴുതുക. ഈ 4 ഭാഗത്തും പറഞ്ഞിട്ടുള്ള ശിഷ്യന്മാരുടെ പേരുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ക്രമത്തിലുള്ള വ്യത്യാസം എന്താണ്? അത് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാനായിട്ട് ഞാൻ വിടുകയാണ്. എല്ലാറ്റിലും ഉപയോഗിച്ചിരിക്കുന്ന അവസാനത്തെ പേരുകാരനാണ് ഇസ്കരിയോത്ത യൂദ. ബാക്കി എല്ലാവരുടെയും പേര്
പറഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഈ ശിഷ്യന്മാരുടെ എല്ലാം പേരുകളുടെ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഇസ്കരിയോത്ത യൂദ. പിന്നെ അതില് വ്യത്യാസമുള്ളത് തദ്ദായി. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും തദ്ദായി എന്നാണ് പേര്. ആ തദ്ദായി എന്ന് പറയുന്നത് അപ്പസ്തോല പ്രവൃത്തികളിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും യാക്കോബിന്റെ സഹോദരനായ യൂദ എന്നാണ് രണ്ട് ഭാഗത്തും പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ പേരിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോ മത്തായിയുടെ സുവിശേഷത്തിലെയും മർക്കോസിന്റെ സുവിശേഷത്തിലെയും തദ്ദായി എന്ന് പറയുന്ന ആളാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിലെയും അപ്പസ്തോല പ്രവൃത്തികളുടെയും യാക്കോബിന്റെ സഹോദരനായ യൂദ എന്ന് പറയുന്നതും ഒരേ ആള് തന്നെയാണ് എന്ന് ചുരുക്കം. നിങ്ങൾ അങ്ങനെ ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ക്രമത്തിലും പേരിലും ഉള്ള അല്പമായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഹൂദന്മാരുടെ ഇടയില് ഒരാൾക്ക് 2 പേര് സാധാരണയാണ്. ഈ പട്ടികയിൽ പറയുന്ന മത്തായിക്ക് ലേവി എന്നൊരു പേരും കൂടി ഉണ്ട്. മത്തായി 9:9, 10:3, ലൂക്കോസ് 5:27, 28 വാക്യങ്ങളിലും. തോമസിന് വേറൊരു പേരുണ്ട്, ദിദിമോസ്. തോമസിന്റെ മറ്റൊരു പേരാണ് ദിദിമോസ്. യോഹന്നാൻ 11:16. അങ്ങനെ പേരിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് ചുരുക്കം. മറ്റൊരു കാര്യം നമ്മൾ അതിനോടനുബന്ധിച്ച് ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അപ്പോസ്തലന്മാരുടെ പേരുകൾ ഇല്ല. പേരുണ്ട്, പക്ഷെ എല്ലാവരുടെയും പേരുകളില്ല, പൂർണ്ണമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ അപ്പോസ്തലന്മാരുടെ പേരുകൾ പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ യൂദായുടെ പേരില്ല. ആരുടെ? ഇസ്കരിയോത്ത യൂദായുടെ പേരില്ല. കാരണം അവൻ എന്ത് സംഭവിച്ചു? യൂദായുടെ അന്ത്യം നമ്മൾ 15-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ കാണാം. യൂദായുടെ അവസാനത്തെ കുറിച്ച് 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത ശേഷം യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് അവൻ അല്പം പോലും കരുതിയിരുന്നില്ല. യൂദ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല യേശുവിനെ കാണിച്ചു കൊടുത്താൽ എനിക്ക് കാശ് കിട്ടും, കർത്താവ് രക്ഷപ്പെടും, എനിക്ക് കാശായി, കർത്താവിന്റെ കാര്യം കർത്താവ് നോക്കിക്കോളും എന്നൊക്കെയാണ് അവൻ ചിന്തിച്ചു പോയത്. പക്ഷേ യേശുവിനെ ബന്ധിച്ച് അവനെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സിന് താളം തെറ്റി. പുരോഹിതന്മാരിൽ നിന്ന് കൈപ്പറ്റിയ 30 വെള്ളിക്കാശ് ദൈവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അതിന്റെ ശേഷം അവൻ പോയി കെട്ടിഞ്ഞാണ് മരിച്ചു. ഇന്നും ആ സ്ഥലം ശൂന്യമാണ്. പോകുമ്പോൾ നമ്മളെ കാണിച്ചു തരും. ഹോളി ലാൻഡിന് പോകുന്ന സമയത്ത് യൂദായുടെ സ്ഥലം അവിടെ അങ്ങനെ തന്നെ രക്തനിലം എന്ന പേരിൽ അറിയപ്പെടുന്നതായി ശൂന്യമായി അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കെട്ടിഞ്ഞാണ് മരിക്കുക മാത്രമല്ല, ധാരാളം ആളുകൾ തൂങ്ങി മരിക്കാറുണ്ടെങ്കിൽ യൂദയുടെ തൂങ്ങി മരണം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പോയി. അവൻ തൂങ്ങി മരിച്ച് അവൻ എന്ത് ചെയ്തു? അവന്റെ കയറ് പൊട്ടിപ്പോയി, താഴെ വീണ് അവന്റെ കുടലെല്ലാം വെളിയിൽ തെറിച്ച് അങ്ങനെ വയറ് പൊട്ടി
മരിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. 14-ാമത്തെ വാക്യം നോക്കാം. യാക്കോബിന്റെ സഹോദരനായ യൂദ ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും. പുതിയ നിയമത്തിൽ യേശുവിന്റെ അമ്മയായ മറിയയെ കുറിച്ച് പറയുന്ന ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഈ 14-ാമത്തെ വാക്യത്തിലുള്ളത്. അപ്പൊ നിങ്ങൾ ഓർക്കണം, 12 ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയായ മറിയയും ഉൾപ്പെടുന്ന 120 പേരടങ്ങുന്ന ഒരു സംഘം ഈ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടി. നമുക്ക് യേശുവിന്റെ അമ്മയായ മറിയയെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ അമ്മയാണ്, ഭാഗ്യവതിയാണ്, കന്യകയാണ്. ഈ 3 കാര്യങ്ങളല്ലാതെ 4, 5, 6, 7 ഗുണങ്ങൾ ദൈവമാതാവിന് കൊടുത്ത് വന്ന് ദൈവത്തെക്കാൾ വലിയ പദവി കൊടുത്ത് ഈ നാളിൽ ദൈവമാതാവിനെ ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വേദപുസ്തകം പഠിക്കുന്നവരാരും അതങ്ങനെ ചെയ്യാൻ സാധ്യതകളില്ല. പാരമ്പര്യം പിന്തുടരുന്നവർ അങ്ങനെ ചെയ്തു എന്ന് വന്നേക്കാം. ആരാധ്യനായി കർത്താവായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിപ്പാൻ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും കൊടുക്കേണ്ട ബഹുമാനം, എല്ലാവർക്കും കൊടുക്കേണ്ട സ്ഥാനം, എല്ലാവർക്കും കൊടുക്കേണ്ട പദവി, ഇതെല്ലാം കൊടുക്കാൻ അർഹതപ്പെട്ടവരാണ് നമ്മൾ. പക്ഷെ ഒരിക്കലും ഒരു പുരുഷനിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക്, പുരുഷബന്ധം കൂടാതെ ജനിച്ച, പരിശുദ്ധാത്മാവിനാൽ ജനിച്ച, ദൈവം മനുഷ്യനായി തീർന്ന യേശു കർത്താവിന് തത്തുല്യമായ സ്ഥാനം ആർക്കും കൊടുക്കരുത്. ആ സ്ഥാനം ആർക്കും കൊടുക്കരുത്. നമ്മൾ ഒരിക്കലും ആ സ്ഥാനം ആർക്കും കൽപ്പിക്കരുത്. ഇതാണ് ദൈവവചനം. അപ്പോ ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? യേശുവിന്റെ അമ്മയായ മറിയയും ഉണ്ട്, ശിഷ്യന്മാരോട് കൂടി മറിയുമുണ്ട്. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നിങ്ങൾ ഓർക്കണം, ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് ശബ്ദമല്ല, ഭാഷാ നൈപുണ്യമല്ല. 2 പേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ദൈവം നമുക്കുണ്ട്. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിലേക്ക് പല പ്രശ്നങ്ങളും തീരാതെ തന്നെ എന്താണെന്നറിയാമോ? വീട്ടിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ നിയോഗിതരാണ് ഭാര്യയും ഭർത്താവും. ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ തീർക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം എങ്ങനെ പിന്നെ എവിടെ പരിഹരിക്കണേ? 2 പേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, കർത്താവ് പറഞ്ഞു 2 or 3 പേർ എന്ന് പറഞ്ഞാൽ 2 പേരില്ല എന്ന് വിചാരിച്ച് കർത്താവ് വരില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഒരാൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും വരില്ല എന്നല്ല.
രണ്ടോ മൂന്നോ പേർ, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അപ്പനും അമ്മയും ഒരു കുഞ്ഞും ഒരുമിച്ചിരുന്ന ഒരു വീട്ടിലെ കാര്യത്തിന് വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. നമ്മുടെ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി തരും. എവിടെ നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലയോ, അവിടെ ദൈവാത്മാവിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല. വീട്ടിൽ അത് കഴിയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സമാന ചിന്താഗതിക്കാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും കഴിയുന്നവരുമായിട്ട് നമ്മൾ കൈകോർക്കും. അതിനുള്ള രണ്ടാമത്തെ സോഴ്സാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അതിനകത്ത് വരുമ്പോഴും ഒരാൾക്ക് ഒരാളെ വിശ്വസിക്കാൻ കഴിയാതെ പോയാൽ അവിടെയും ആ പ്രശ്നം ബാക്കിയായി. പിന്നെ ഇനി എവിടെ പോണേ? യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ പറയുന്ന വിഷയങ്ങൾ പലതും പരിഹരിക്കപ്പെടാതെ കുമിന്നുകൂടി കിടക്കാനുള്ളതിന്റെ ഏക കാരണം ആരും അന്യോന്യം വിരൽ ചൂണ്ടണ്ട. യഥാർത്ഥത്തിൽ ഒരാളുടെ വീട്ടിലെ ഏത് കാര്യവും തീരാൻ, പരിഹരിക്കപ്പെടാൻ ആ വീട്ടിലുള്ള രണ്ടുപേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അല്ലെങ്കിൽ കൂട്ടായ്മയിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. മനസ്സൊന്നിച്ചാലേ പ്രാർത്ഥനയ്ക്ക് ശക്തിയുള്ളൂ. അപ്പോ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക, അതിന് പ്രാധാന്യം കൊടുക്കണം. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. വീട്ടിലാണെങ്കിലും വീട്ടിലെ പ്രാർത്ഥനയുടെ കാര്യമൊന്നും പറയാതിരിക്കണം, നല്ലത് അല്ലേ? നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന അതൊരു ഒഴുക്കാണ്. ശുറുന്നിരിക്കും, ഒരൊറ്റ ഒഴുക്കാണ്. ആർക്കും തിരിയില്ല, തമ്പുരാനും തിരിയില്ല, അടുത്തിരിക്കണവന് പോലും തിരിയില്ല. പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥന വെള്ളം പോലെയായി. അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാതെ കിടന്നു കഴിഞ്ഞാൽ സ്വപ്നം കാണും, അത് ശരിയല്ല, അത് നമ്മുടെ വീടിന് ചേർന്നതല്ല. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരം ചില ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗുള്ള കാരണം കൊണ്ട് നമ്മൾ എത്ര തിരക്കാണെങ്കിലും തിരക്കിന്റെ ഇടയ്ക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവം തമ്പുരാനും അത് പ്രാർത്ഥന കേട്ട് ഓടിപ്പോകുന്ന എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിന് വേണ്ടിയിട്ട്, ആർക്കോ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, അത്രയേ ഉള്ളൂ. പ്രയോജനമൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഫലകരമായ പ്രാർത്ഥന ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയാണ്. വീട്ടിലെ കടം, വീട്ടിലെ രോഗം, വീട്ടിലെ ബാധ, വീട്ടിലെ അത്യാവശ്യങ്ങൾ, വീട്ടിലെ സങ്കടങ്ങൾ, ഇതെല്ലാം പരിഹരിക്കപ്പെടാൻ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ കഴിയും. എന്തായാലും രണ്ടുപേർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് സാരം. 15-ാമത്തെ വാക്യം. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. പത്രോസിനൊരു നായകത്വം ദൈവം കൊടുത്തിട്ടുണ്ട്. അതെവിടെ വെച്ചാണ്? യോഹന്നാൻ സുവിശേഷം 21-15 വാക്യം. ബറയോന ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ ശരിക്കും നായകത്വം എന്ന് പറയുന്നത് അധികം സ്നേഹിക്കുന്നവനെ അധികം ചുമതല ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അധികം സ്നേഹിക്കുന്നവനെ അധികം ചുമതല ഏൽപ്പിക്കും. നമ്മളെന്തേ ഒരു ചുമതല ഏൽപ്പിക്കാത്തത്? ഇനി ഞാൻ ഉത്തരം പറഞ്ഞു തരണ്ടല്ലോ. നമ്മുടെ കഴിവുകേട് കൊണ്ടല്ല ദൈവം ഒരു ചുമതല നമ്മളെ ഏൽപ്പിക്കാത്തത്, പിന്നെ നമ്മുടെ സ്നേഹക്കുറവ് കൊണ്ടാണ്. പത്രോസിനോട് ചോദിച്ചു, നീ ഇതിലധികമായി, ഇവയിലധികമായി, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമുക്ക് ചുറ്റുമുള്ള എന്തിനേക്കാളും അധികം, നിങ്ങൾ ആ വാക്ക് മറക്കണ്ട, നമുക്ക് ചുറ്റുമുള്ള എന്തിനേക്കാളും അധികം
നാം ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാതിരിക്കുകയില്ല. ഒരു കാര്യവും അവൻ നമ്മളെ ഏൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് അവനോടുള്ള സ്നേഹം അവൻ ആഗ്രഹിക്കുന്ന റേഞ്ചിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ നിയമസഭയിലും പാർലമെന്റിലും എല്ലാം ട്രഷറി ബെഞ്ച് ഉണ്ട്. ട്രഷറി ബെഞ്ച് അവരുടെ പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുക, രേഖകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതൊരു ചുമതലയാണ്. ശരിക്കും നമ്മുടെയൊക്കെ മീറ്റിങ്ങില് നമ്മളുടെയൊക്കെ ധാരണയും ഒക്കെ ഏകദേശം നമ്മളെല്ലാവരും എന്നും ട്രഷറി ബെഞ്ചിൽ ഇരിക്കുന്ന ആളുകളെ പോലെ എഴുത്തിന് മാത്രം ചുമതലപ്പെട്ട ആളാണ് ഞാനെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. എഴുത്തല്ല നമ്മളെ ഏൽപ്പിക്കുന്ന നിയോഗം. പിന്നെന്താണ്? നിങ്ങളെ പരമേൽപ്പിച്ചത് മറ്റുള്ളവരെ പരമേൽപ്പിക്കുക എന്നുള്ളതാണ് നിയോഗം. അത് ആർക്കാണെന്നപ്പോ നമ്മൾ പഠിച്ചത്? അധികം സ്നേഹിക്കുന്നവനെ അധികം ചുമതലകൾ ഏൽപ്പിക്കും, അല്പം സ്നേഹിക്കുന്നവനെ അല്പമായി ചുമതലകൾ ഏൽപ്പിക്കും. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൽ നിന്ന് ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ ആവർത്തിക്കുക, നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൽ നിന്ന് ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ നാം തയ്യാറാകുകയും ചെയ്യണം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ധാർമ്മികത എന്ന് പറയുന്നത്. ജീവിതകാലത്ത്, ജീവിതയാത്രയിൽ ദൈവത്തിൽ നിന്നുള്ള ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുത്ത് ജീവിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യം. ചില ഉത്തരവാദിത്വങ്ങളെ നമുക്ക് ഏറ്റെടുക്കണം. നമ്മളുടെ മരണത്തിന് മുൻപ് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഏറ്റെടുക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ, പറയാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ദൈവത്തിന് ക്ലാസ് ഒന്നും കൊടുക്കണ്ട, ദൈവത്തെ പഠിപ്പിക്കാൻ പോകണ്ട. നമ്മൾ എന്തുണ്ടെങ്കിലും ദൈവത്തെ പഠിപ്പിക്കുകയാണല്ലോ. എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ലേഡീസിന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞില്ലേ, എന്റെ വഴികളെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു, നിന്റെ വഴികളിൽ എന്നെ നടത്തണം. ഇതാണ് ഒരു നല്ല സമർപ്പണം. നമ്മുടെ വഴികൾ നമുക്ക് ദൈവത്തോട് പറയാം, പക്ഷെ നമ്മുടെ വഴിയിൽ തന്നെ പോകണമെന്നുള്ള നിർബന്ധം, ആ ശാഠ്യം നമുക്ക് നല്ലതല്ല. മറിച്ച് ദൈവത്തിന്റെ വഴിയിൽ നടക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ഓക്കെ, 16-ാമത്തെ വാക്യം. അതുകൊണ്ടാണ് പത്രോസിന് എന്ത് കിട്ടിയത്? നായകത്വം കിട്ടിയത് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്നേഹമാണ് സഭയുടെ നായകനായി പത്രോസ് മാറാൻ കാരണമായി തീർന്നത്. 16-ാമത്തെ വാക്യം. സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിൽ നിന്ന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. 41-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ കാണാം. 49-ാം സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യത്തില് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. 49:9 ഇങ്ങനെയാണ്: ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അതിന്റെ ആധാരത്തിലാണ് ഇവിടെ പറയുന്നത്, യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ. ഇപ്പൊ ദാവീദ് അന്ന് പറഞ്ഞ എന്റെ അപ്പം തിന്നവനും പിന്നെ ഞാൻ വിശ്വസിച്ചവനും എന്റെ പ്രാണസ്നേഹിതനുമായവൻ എന്ത് ചെയ്തു? എന്റെ നേരെ കുതികാൽ ഉയർത്തി. ഇന്നിപ്പോ ഈ ഡയലോഗ് നമ്മുടെ സാധാരണ വാക്യമായി മാറി. നമ്മൾ ഈ വാക്യം വേറൊരു രീതിയിൽ നമ്മൾ പറയും, അവനൊക്കെ ഞാൻ എന്തുമാത്രം സഹായിച്ചതാണ്, അവസാനം അവൻ തന്നെ എനിക്ക് എതിരായി, എനിക്ക് പാരയായി എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ ദാവീദ് പ്രവചനാത്മാവിൽ ദാവീദ് രേഖപ്പെടുത്തിയത് ആണ് യൂദയിൽ സംഭവിച്ചത്
എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കോസ് പറയുകയാണ്. 17-ാമത്തെ വാക്യം. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. എന്നാൽ അവൻ എന്ത് സംഭവിച്ചു? അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു. ഒറ്റിക്കൊടുത്തപ്പോൾ കിട്ടിയ പണം. അർഹതയില്ലാത്തത് ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന പണമെല്ലാം അനീതിയുടെ പണമാണ്. അർഹതയില്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ കൊടുക്കുന്നതും അനീതിയാണ്. ആ വാങ്ങുന്ന പണവും അനീതിയുടെ പണമാണ്. അതിന് നമ്മളുടെ നാട്ടിൽ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, കൈക്കൂലി. ഇതാണ് അനീതിയുടെ പണം. അപ്പോ യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് കിട്ടിയ പണം അനീതിയുടെ കൂലി കൊണ്ടൊരു നിലം മേടിച്ചു. ഒരു കാര്യം അവിടെ അണ്ടർലൈൻ ചെയ്ത് പറയാം. അവിശുദ്ധമായ പണം കൊണ്ട് നേടുന്ന എല്ലാ നേട്ടങ്ങളും, അവിശുദ്ധമായ പണം കൊണ്ട് നേടുന്ന എല്ലാ നേട്ടങ്ങളും നമ്മുടെ സ്വസ്ഥത കെടുത്തും, നമ്മളെ സമാധാനം കെടുത്തും. നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്നതായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ള വാക്ക്. അവിശുദ്ധമായ പണം കൊണ്ട് നേടുന്ന എല്ലാ നേട്ടങ്ങളും, അവിഹിതമായ പണം കൊണ്ട് മക്കളെ കെട്ടിച്ചയച്ചാൽ, അവിഹിതമായ പണം കൊണ്ട് മക്കൾക്ക് സമ്പാദിച്ചു വെച്ചാൽ, അവിഹിതമായ പണം കൊണ്ട് അമ്പരചുംബികളായ രമ്യകർമ്മ്യങ്ങൾ തീർത്ത് അതിനകത്ത് ചായല്യം കൊണ്ട് ചായം പൂശി ആഡംബരമായി സുഖിച്ചു പുളച്ച് ജീവിക്കാമെന്ന് ആഗ്രഹിച്ചാൽ അതെല്ലാം നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രതിധ്വനി വേദനയുള്ളതായിരിക്കും, കയ്പുള്ളതായിരിക്കും, സങ്കടമുള്ളതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി ഈ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരു വാക്കേ ഉള്ളൂ, ഒരു വാചകമേ ഉള്ളൂ. കർത്താവേ, നിനക്ക് ഹിതകരമല്ലാത്ത ഒന്നും, നിനക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകരുതേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. നിനക്ക് പ്രസാദമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട കർത്താവേ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ആർജിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ളത് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ അനീതിയുടെ കൂലി കൊണ്ട് വാങ്ങിച്ചത് അവൻ അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. എന്തുപറ്റി? നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചു പോയി. അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുടെയും ഇടയിൽ പാട്ടായി എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് ഇന്നും ആ സ്ഥലത്തൊരു കെട്ടിടം പണിയാനോ ആ സ്ഥലം ആരെങ്കിലും വാങ്ങാനോ സാധിച്ചിട്ടില്ല. അത് ശാപം പിടിച്ച ഭൂമിയായി കിടക്കുകയാണ്. അതിനൊരു പേര് വീണു, അക്കൽദാമ. അക്കൽദാമ എന്ന വാക്കിന് രക്തനിലം എന്നർത്ഥം. രക്തത്തിന്റെ പൈസയാണ്, വിറ്റതിന്റെ കാശ. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ. 69-ാം സങ്കീർത്തനം 25-ാമത്തെ വാക്യം, 109-ന്റെ 8-ാം വാക്യം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം ഈ രണ്ട് പ്രവചന വാക്യങ്ങൾ. അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതെ പോകട്ടെ, അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു
യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലമെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ തീരണം എന്ന് പത്രോസ് ആ കൂടിയ 120 പേരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് അവൻ പ്രഖ്യാപിക്കുകയാണ്. വചനാനുസൃതമായ ഒരു തെരഞ്ഞെടുപ്പ്, പ്രവാചകന്മാരുടെ അരുളപ്പാടുകൾക്കനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുൻപിലുള്ളത് എന്ന് പത്രോസ് അവകാശപ്പെടുകയാണ്. യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് ഒരാളെ അപ്പോസ്തലനായി തെരഞ്ഞെടുക്കുവാനുള്ള നടപടിക്രമമാണ് ഇവിടെ പത്രോസ് വിശദീകരിക്കുന്നത്. ഇതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13:2 ഇതുപോലെ ചീട്ടിട്ട് വേലയ്ക്കാക്കിയ കാര്യം പറയുന്നുണ്ട്. ഞാന് ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോ ഏതൊരു കാര്യത്തിലും ധൃതഗതിക്കാരനായ പത്രോസ് ഈ കാര്യത്തിലും തിരക്ക് കൂട്ടി. അതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾക്കിടയിൽ വേറെ ചില അഭിപ്രായങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പൗലോസിനെ കർത്താവ് തെരഞ്ഞെടുത്ത ആ സ്ഥാനത്തേക്ക് ആക്കാനുള്ള സമയം കൊടുത്തില്ല. അതിനു മുമ്പേ പത്രോസ് ആ കാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നവർ ഇല്ലാതില്ല. പത്രോസിന്റെ തിടുക്കം കൊണ്ട് ദൈവത്തിന് ആ കുറവ്, കർത്താവിന് ആ കുറവ് പരിഹരിക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് അത്ര സാധുവല്ല ദൈവസന്നിധിയിൽ എന്നൊക്കെ എഴുതുന്നവരും പറയുന്നവരും പഠിപ്പിക്കുന്നവരും ഇല്ലാതില്ല. ഏതായിരുന്നാലും ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ വളരെ കൃത്യമായി പറയുന്നു. പത്രോസിന്റെ ആമുഖ സന്ദേശത്തിന് ശേഷം പത്രോസ് മത്തിയാസിനെ തെരഞ്ഞെടുക്കുകയാണ്. ഞങ്ങളുടെ കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളുടെ കൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന് മറുപേരുള്ള ബർശബ എന്ന യോസേഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർത്തി. സകല ഹൃദയങ്ങളെയും, പ്രാർത്ഥനയാണ് പത്രോസിന്റെ, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 20-ൽ ഏവനെ നീ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ഇതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രോസസ്. ചീട്ട് മത്തിയാസിന് വീണു. അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. ഈ ചീട്ടിടുന്ന രീതി പഴയ നിയമകാലത്തുള്ളതാണ്. യോശുവയുടെ പുസ്തകം 18:10, യോശുവ 18:10, 1 ശമൂവേൽ 10:20, 14:41, സദൃശ്യവാക്യങ്ങൾ 16:3, മത്തായി 27:35. ഇതൊക്കെ അവരുടെ ഇടയിൽ ഇങ്ങനെ ചീട്ടിടുന്ന സമ്പ്രദായം നിലവിലിരുന്നു. അപ്പോ നാട്ടുനടപ്പില്ലാത്ത ഒരു കാര്യം അല്ല അവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. നാട്ടുനടപ്പുള്ളതും അവർ അനുവർത്തിച്ചു വരുന്നതുമായ ഒരു കാര്യമാണ് അവർ അതിനു വേണ്ടി ഉപയോഗിച്ചത്. അങ്ങനെ ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. മത്തിയാസ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് മത്തിയാസ് ലോകത്തോട് യാത്ര പറഞ്ഞു. അകാല ചർമ്മം പ്രാപിച്ചു, അല്ലെങ്കിൽ രക്തസാക്ഷി എന്നാണ് പറയുന്നത്. മത്തിയാസിന്റെ 2 കാലിലും കയറ് കെട്ടി രാജാവിന്റെ രഥത്തിന്റെ മുകളിലേക്ക് വലിച്ചു കെട്ടി. അതിനുശേഷം അതിവേഗം വാഹനം ഓടിച്ചു പോയപ്പോ
രഥമോടിച്ചു പോയപ്പോൾ യേശുവിന്റെ ശിഷ്യനായി തീർന്ന മത്തിയാസിന്റെ തല തല്ലി, തലയോട്ടി പൊട്ടി, തലച്ചോറ് ചിതറി. അങ്ങനെ മത്തിയാസ് തന്റെ പ്രാണൻ തനിക്ക് ജീവൻ തന്ന കർത്താവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു എന്നാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. ഏതായിരുന്നാലും ഈ മത്തിയാസ് കർത്താവിന് വേണ്ടി നിന്നു, കർത്താവിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. അങ്ങനെ 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ ഇസ്കരിയോത്ത യൂദായിക്ക് പകരം മത്തിയാസ് ചേർക്കപ്പെടുകയാണ്. അപ്പോ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട് 2 കൊരിന്ത്യർ ലേഖനം 12:11. 2 കൊരിന്ത്യർ 12:11 പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പൊ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവർ ആരാണ്? പത്രോസ് മുതൽ മത്തിയാസ് വരെയുള്ളവരാണ്. ഈ പത്രോസ് മുതൽ മത്തിയാസ് വരെയുള്ള അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല. അതുകൊണ്ടാണ് വേദശാസ്ത്ര പഠിതാക്കളൊക്കെ പറയുന്നത്, ശരിക്കും ദമസ്കോസിന്റെ പടിവാതിൽ വരെ പത്രോസ് ഒന്ന് കാത്തിരുന്നെങ്കിൽ ഈ 12 പേരുടെ ഗണത്തിൽ, അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ ഈ പൗലോസും പെടുമായിരുന്നു. എന്നാൽ മത്തിയാസിന് ഉണ്ടായ യോഗ്യത എന്താണ്? അവൻ യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനമേറ്റ കാലം മുതൽ കർത്താവിന്റെ പുനരുദ്ധാനം വരെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ടു നിന്നവനും കൂട്ടത്തിലുണ്ടായിരുന്നവനും അറിവുള്ളവനും അറിയുന്നവനുമാണ് എന്നുള്ളതാണ് മത്തിയാസിനെ തെരഞ്ഞെടുക്കുവാൻ കാരണമായി തീർന്നത്. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇന്ന് വിരാമം കുറിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ അവിടെ പരിശുദ്ധാത്മദാനവും സഭാരൂപീകരണവുമാണ് അതിന്റെ 1-ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവിന്റെ അധിനിവേശം അഥവാ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം, ഇറങ്ങി വരവ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം സഭയെ ചലിപ്പിക്കുന്ന, സഭയെ നനയ്ക്കുന്ന, സഭയെ ഒരുക്കുന്ന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. ബേബുട്ടിച്ചായൻ നമുക്ക് പർദീസയുടെ ക്ലാസ് എടുത്തപ്പോ നമ്മളോട് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാകണം ആത്മപ്രതീസയെ കുറിച്ച്, അല്ലെങ്കിൽ ആത്മീക പ്രതീസയെ കുറിച്ച്. ആത്മീക പ്രതീസ എന്ന് പറയുന്നത് സഭയാണ്. സഭയെ നനയ്ക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ഒരു നദി പുറപ്പെട്ട് 4 ശാഖകളായി ഏദനിൽ ഒഴുകിയ നദി പോലെ തന്നെ പെന്തിക്കോസ്തിയിൽ ഒഴുകി വീണ ഏക നദിയിൽ നിന്ന് ധാരാളം ബ്രാഞ്ചസുകളിൽ നിന്ന് ബ്രാഞ്ചസ്, ശാഖോപശാഖകൾ. അതിലൊരു ശാഖ കൃപയാൽ നമ്മുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നു. കൃപയാൽ അതിന്റെ ഒരു ബ്രാഞ്ച് എൻ്റെ വീട്ടിലേക്കും വന്നു. അതിന്റെ ഒരു ബ്രാഞ്ച് എൻ്റെ ജീവിതത്തിലേക്കും ഒഴുകി വന്നു. അങ്ങനെ ആ ആത്മനദിയുടെ തീരത്ത് നിൽക്കാൻ, ദൈവത്തിന് സ്തോത്രം, ആ ആത്മനദിയുടെ തീരത്ത് നിൽക്കാൻ എനിക്ക് എൻ്റെ ദൈവം കൃപ തന്നു. വിശ്വസിക്കുന്ന മക്കൾക്ക് അവനെ സ്തുതിക്കാം, അവനെ സ്തോത്രം ചെയ്യാം. 2-ാം അധ്യായം മുതൽ പുതിയ നിയമസഭയുടെ ആരംഭമാണ്. പരിശുദ്ധാത്മാവിന്റെ നേതൃത്വമാണ്. അത് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എടുക്കാം.
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിലാണ്. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, അധികം സ്നേഹിക്കുന്നവർക്ക് അധികം ഉത്തരവാദിത്വം. സ്നേഹിക്കുന്ന മക്കളെ ചില കാര്യങ്ങൾ ചുമതലപ്പെടുത്തും. അനുസരിക്കുന്ന മക്കളെ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കും. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബോസിനോട് ഒരുപക്ഷെ നമുക്ക് തോന്നും, ഇദ്ദേഹം എന്താ മറ്റാരോടും പറയാതെ എന്നോട് തന്നെ ഈ ജോലിയെല്ലാം ഏൽപ്പിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുമെന്നും അതിന് കൃത്യതയുണ്ടെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കും. സ്നേഹമുള്ളത് കൊണ്ട് ഏൽപ്പിക്കുന്നതാണ്. കർത്തവ്യബോധത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് ഏൽപ്പിക്കുന്നതാണ്. കർത്താവേ, ഈ കാലഘട്ടം വരെ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചിട്ട് നിനക്ക് കൊള്ളാകുന്ന മക്കളായി ഞങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഞങ്ങളെ ചില ചുമതലകളെ ഏൽപ്പിക്കണമേ. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെ? എന്നെ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കണമേ, എന്നെ ചില ചുമതലകൾ ഏൽപ്പിക്കണമേ. കർത്താവേ, കർത്താവെ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയെ ഞാൻ വാസ്തവമായി സ്നേഹിക്കുന്നു. എന്നെ ചില കാര്യങ്ങൾ അവിടെ ഏൽപ്പിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ല. നമ്മുടെ കർത്താവിന് അത് അറിയാം. അവനത് അറിയുന്നു. അവനറിയാം അതിനെ സംബന്ധിച്ച്. അവൻ ആ ഉത്തരവാദിത്വങ്ങൾ നമ്മെ തന്നെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി അവനത് ചെയ്യും, ചെയ്യാതിരിക്കില്ല. കർത്താവ് ഇന്ന് ഡിവൈസിൽ വന്ന എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സന്തോഷത്തോടെ പിരിയട്ടെ. കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെ തിരിച്ചറിയുന്നുവെങ്കിൽ ഒരു ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കണമേ. ലോകത്തിന് അനുരൂപമായി ഒഴുകാനല്ല, ലോകത്തിന് പ്രതികൂലമായി നിൽപ്പാൻ എനിക്ക് ബലം തരണമേ. അങ്ങയുടെ മുഴുവൻ കൃപയും കരുണയും പരിശുദ്ധാത്മാവെ അങ്ങയുടെ നാമത്തിൽ ചോദിക്കും. അങ്ങ് ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.